ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ നെൽകൃഷിയുടെ രണ്ടാമത്തെ വീഡിയോ ആണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാടത്ത് വളരിലാണ്. അപ്പോൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്യാണ്. ഒരു 2-3 ടൈപ്പ് വളങ്ങളുണ്ടാവും. യൂറിയ, പൊട്ടാസ്യം, അങ്ങനെ 2-3 വളങ്ങളൊക്കെ ഒരുമിച്ച് ആദ്യം മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പാടത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ടാണ് പാടത്ത് നമ്മൾ വളമിടുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം തൊട്ട് കാലത്ത് കഴിഞ്ഞിട്ട് വളമൊക്കെ മിക്സ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ പാടത്തെത്തി വളമൊക്കെ ഇറക്കി പാടത്ത് വെയിറ്റിംഗ് ആണ്. വളമിടുന്ന ചേട്ടനെ വിളിച്ചപ്പോൾ ആൾ കുറച്ച് നേരം ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് വളം ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ മിക്കതും പോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. പാടത്തുള്ളൊരു പൂവാട്ട, എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. നല്ല ഭംഗി കാണാൻ, വയലറ്റും വെള്ളയായിട്ടുള്ളൊരു പൂവ്. കണ്ടിട്ടുണ്ടാവും. കാണാത്തവരെന്തായാലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എത്ര നേരം അറിയില്ല, കഴിഞ്ഞാൽ അവർ വരാൻ വേണ്ടി എത്ര നേരം ഇരിക്കേണ്ടി വരുമെന്ന് അറിയില്ല. എന്തായാലും പോസ്റ്റാണ്. ഇതാ പാടത്തിൻ്റെ, ഞങ്ങളുടെ വയലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വീടാണ്. വീടെന്ന് പറഞ്ഞാൽ ഒരു 4 കെട്ട് വീടാണ് പഴയ കാലത്തെ. ആദ്യം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ അത് വൃത്തിയൊക്കെ മരമൊക്കെ വെച്ച് മറ്റേ വെള്ളം സ്പ്രെഡ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഒരു അമ്പലമാണ്. അത് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല. വല്ലപ്പോഴൊക്കെ ഉത്സവങ്ങളും പൂജകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ പരിപാടികൾ ഉണ്ടാവാറുള്ളതെന്ന് തോന്നുന്നുണ്ട് അമ്പലത്തിൽ. എന്തായാലും വളർന്ന ചേട്ടന്മാർ വരാൻ ലേറ്റ് ആവും. എന്തായാലും അവിടെ നിന്ന് പോയിട്ട് വരാം. ഇതാണ് ആ അമ്പലത്തിലേക്കുള്ള വഴി. വലിയ അമ്പലമൊന്നുമല്ല കേട്ടോ, ചെറിയൊരു അമ്പലം. അത്യാവശ്യം ഹൈറ്റിലാണ് പണിതേക്കുന്നത്. കാരണം അടിയിൽ തോടായതുകൊണ്ട് വർഷകാലത്തൊക്കെ വെള്ളം കയറുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റിലാണ് അങ്ങോട്ടുള്ള പാലം പണിതേക്കുന്നത്. ഇത് ചുറ്റും പാടാട്ടോ. പാടത്തിൻ്റെ നടുക്കിലാണ് ആ ഒരു വീടും ഈ ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. മതിലകത്ത് ദുർഗാദേവി ക്ഷേത്രം. അത്രേ ഉള്ളൂ. ഇനി ആ കാണുന്നൊരു അമ്പലം അത്രേ ഉള്ളൂ, വേറെ അധികമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ആഘോഷങ്ങളുടെ സമയം മാത്രമേ ഇവിടെ ഓപ്പൺ ആവാറുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പം അടച്ചിട്ടേക്കാണ്, ഇവിടെ ആരും ഇല്ല. അങ്ങനെ നമ്മുടെ വളമിടുന്ന ചേട്ടന്മാരെത്തി. ഇപ്പോൾ വളം നമ്മുടെ വയലിലേക്ക്, കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. 4 ആളുണ്ട്. വളമിടുന്ന 2 ചേട്ടന്മാരും പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ 2 തമിഴ് അണ്ണന്മാരും ഉണ്ട്. എന്തായാലും കാത്തിരുന്നതിന് ശേഷം അവരെത്തി. ഇനി നമുക്ക് വളമിടുന്ന പരിപാടികൾ തുടങ്ങാം. നമ്മൾ മിക്സ് ചെയ്ത വളമാണ് കേട്ടോ അവർ കൊണ്ടുവന്ന ഓരോ ചാക്കുകളായിട്ട്. അത് കൊണ്ടുപോയി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 4 ചാക്കാക്കിയിരിക്കുന്നത്. ഇനി അവരത് ബക്കറ്റിലേക്ക് പകർത്തും. എന്നിട്ടത് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക്, എല്ലാ സ്ഥലത്തേക്കും കറക്റ്റായിട്ട് ഇടും. ഇതാണ് എൻ്റെ കണ്ടിട്ട് എൻ്റെ കൃഷി സ്ഥലം. ഇതാണ്. അപ്പുറത്തൊക്കെ വേറെ ആൾക്കാർ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇത് ഫുൾ കോൾപ്പാടാണ്. പാളിട്ട് തുടങ്ങി. അടുത്ത ആൾ തുടങ്ങി. 2 ആൾ കൂടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. 2 കണ്ടാണുള്ളത്. ഇപ്പുറത്ത് ഈ ചാലിൻ്റെ അപ്പുറത്തൊരു കണ്ടും ഈ ചാലിൻ്റെ ഇപ്പുറത്ത് 2 കണ്ടും, അങ്ങനെ 2 കണ്ടായിട്ടാണ് അവർ വളരുന്നത്. കാണുമ്പോൾ വെറുതെ എറിയുന്നതെന്ന് തോന്നും, പക്ഷേ അത് കറക്റ്റായിട്ട് ഇടണം. അത് കറക്റ്റായിട്ട് അറിഞ്ഞാലേ അതങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും വളം കറക്റ്റായിട്ട് എത്തില്ല.
വളം കറക്റ്റായിട്ട് എത്തിയില്ലെങ്കിൽ ചില സ്ഥലത്ത് കണ്ട പച്ചപ്പും ഒരു മഞ്ഞ കളറൊക്കെ, അത് വളം കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്താണ് വളം ഇടുന്നത്. ആദ്യ ഒരു വട്ടം നമ്മൾ വളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടം വീണ്ടും ഇടുകയാണ് വളം. ഒരു സൈഡിൽ കണ്ടത്തിൽ വളം ഇട്ട് കഴിഞ്ഞു, അടുത്ത കണ്ടത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വളം ഇടുന്നവരവിടെ ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഈ രണ്ടെണ്ണന്മാർ ഹെൽപ്പർമാർ ഇവിടെ നിന്ന് വളം അവർക്ക് കയ്യിലേക്ക് കൊണ്ടു കൊടുക്കും. ഏതാണ്ടൊക്കെ ഇപ്പോൾ വളമിടൽ കഴിയാറായിട്ടുണ്ട്. ഒരുവിധം കൊണ്ടുവന്ന വളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാക്കും കൂടിയുള്ളൂ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവശ്യത്തെ രണ്ടാമത്തെ വളമിടുന്ന പരിപാടിയെല്ലാം കഴിയും. ലാസ്റ്റ് ഭാഗമാണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വളമിടുന്ന പരിപാടി പ്രാവശ്യത്തെ കഴിഞ്ഞു. ഇത് പുല്ലാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ടത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത പുല്ലുകളുണ്ട്, അത് പറിച്ച് മാറ്റി ഇങ്ങനെ ഇടുന്നതാണ്. ഇത് നമ്മുടെ കണ്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിന് നല്ലതല്ല. നമ്മുടെ നെല്ലിനിടുന്ന വളം മരുന്നൊക്കെ ഈ പുല്ലുകൾ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ടത്തിൽ നിന്ന് ആ പുല്ലുകളൊക്കെ പറിച്ച് മാറ്റിയിട്ട് സെപ്പറേറ്റ് പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വളമിടലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യത്തെ വളമിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.